ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എങ്ങനെയാണ് പഠിക്കേണ്ടത്, മുൻവർഷ ചോദ്യങ്ങൾ കിട്ടിയാൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് എന്ന ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. 29/2021 ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏത് എന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ ഡി ആണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടിയാൽ എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ശ്രദ്ധിക്കാം. കോവളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വേറൊരു ബീച്ചാണ് ഇത് ശംഖുമുഖം ബീച്ച് എന്ന് ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് കോവളം ബീച്ച്, രണ്ട് ശംഖുമുഖം ബീച്ച്. അടുത്ത വർക്കല ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പാപനാശം ബീച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? വർക്കല ബീച്ചാണെന്ന് ഓർത്ത് വയ്ക്കും. അടുത്ത മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ വേറെ രണ്ട് ബീച്ചുകളോട് ഓർത്ത് വയ്ക്കുക, പയ്യാമ്പലവും ധർമ്മടവും. ഓക്കെ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ച് എന്നറിയപ്പെടുന്നതാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ചോദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഭൂമിശാസ്ത്രമാണ് ചോദ്യം എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് കേരളത്തിൻ്റെ ഒരു മേപ്പാണ്. ഓക്കെ. മേപ്പ് വെച്ച് പഠിച്ചാലുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. ചിത്രം വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും പ്രയോജനകരമായുള്ളത്. അത് നമ്മൾ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. എക്സാം എഴുതുമ്പോൾ കൃത്യമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്. കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 10%. അപ്പോൾ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയെ എന്തൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നൊരു പോയിന്റ് നമുക്ക് കിട്ടും. എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 തിരിച്ചിട്ടുണ്ട്. എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മലനാട്, അതായത് വനപ്രദേശം ഉൾപ്പെടുന്ന മലനാട്, ഇടനാട്, ഇടയ്ക്ക് ഭാഗത്തുള്ള ഇടനാട്, അടുത്ത തീരപ്രദേശം. ഓക്കെ. അപ്പോൾ ഓരോന്നും എത്ര ശതമാനം, തീരപ്രദേശം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓരോന്നും എത്ര ശതമാനം എന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ മലനാട് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ മലനാടാണ് കൂടുതൽ, 48%. എത്രയാണ്? 48%. മറന്നു പോകരുത്. ഇടനാടാണ് ചോദിക്കുകയാണെങ്കിൽ 42%. എത്രയാണ്? 42%. ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഇങ്ങനെ വരാം. താഴത്ത് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്ന് ചോദിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3 തിരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെ തരാം. 1, 2 ശരി. ഓക്കെ. 1, 2 ശരി. 1 മാത്രം ശരി. എല്ലാം ശരിയാണ്. അല്ല, ഒരു ഓപ്ഷനോടെ ഒരു സ്റ്റേറ്റ്മെന്റോടെ തന്നിട്ട് തെറ്റുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കാം. ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു ഡീപ്പ് അനലൈസിങ് സ്റ്റഡി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. വെറുതെ കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന് ഈ അടുത്തുള്ള എക്സാമുകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഭൂപരിസ്ഥിതിയെ 3 തിരിച്ചിട്ടുണ്ട്. 48% മലനാട്, 42% ഇടനാട്, 10% തീരദേശം. അപ്പോൾ നമ്മൾ തീരദേശവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ബീച്ചുകളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരദൈർഘ്യം 590 കിലോമീറ്റർ. അടുത്ത കാലത്തുള്ള എക്സാമുകളിൽ ഉത്തരം വന്നതാണ് 590. മുൻപ് വരെ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഉത്തരം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ. ഇപ്പം പഠിക്കുന്ന 590 കിലോമീറ്റർ ആണ്. പലതും കമൻറ്റുകളിൽ 600 കണ്ടിരുന്നു. എന്നാലും നിങ്ങൾ 590 പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ കേരളത്തിലെ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണ്. ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ല. കണ്ണൂർ എവിടെ വരുന്നു എന്ന് പെട്ടെന്ന് മാപ്പ് എടുത്ത് വെച്ചാൽ നമുക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് കിട്ടും. അല്ലാതെ ഒന്ന് പഠിച്ചാൽ ചിലപ്പോൾ കിട്ടത്തൊന്നുമില്ല.
കണ്ണൂർ ജില്ലയിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് എവിടെയാണ് ജില്ലയെന്ന് കിട്ടും, അല്ലാത്തുള്ളവർക്ക് ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാപ്പും കൂടെ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ല. ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ മേളിൽ കിടക്കുന്നു. പത്തനംതിട്ടയുമായി അതിർത്തി പങ്കിടുന്നു, ആലപ്പുഴയുമായി അതിർത്തി പങ്കിടുന്നു. അപ്പോൾ ഈ മാപ്പ് എടുത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെ പറയാൻ കഴിഞ്ഞത്, ഏതൊക്കെ ജില്ലയുമായി അതിർത്തി പങ്കിടുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇപ്പോൾ മാപ്പിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കർണാടകയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, ഒരു സംസ്ഥാനമായി അതിർത്തി പങ്കിടുന്നുണ്ട്, വേറെ സംസ്ഥാനമുണ്ട്, ഏത് തമിഴ്നാടുമായിട്ടാണ്. രണ്ടും കൂട്ടി യോജിക്കുന്ന സ്ഥലം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്നും കൂടി ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കടൽത്തീരം പറഞ്ഞു വന്നപ്പോൾ കടൽത്തീരമുള്ള ജില്ലകൾ എത്ര എന്ന് ചോദിച്ചാൽ 9 ജില്ലകൾ. ഏതൊക്കെയാണ്? തിരുവനന്തപുരം 1, 2 കൊല്ലം, 3 ആലപ്പുഴ, 4 എറണാകുളം, 5 തൃശ്ശൂർ, 6 മലപ്പുറം, 7 കോഴിക്കോട്, 8 കണ്ണൂർ, കാസർഗോഡ്, 9. ഓക്കെ, അപ്പോൾ മാപ്പ് വെച്ച് പഠിച്ചപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടി ഏതാണ് ജില്ലകൾ, കടൽത്തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടി. അടുത്ത് പഠിക്കേണ്ടത് കടൽത്തീരമില്ലാത്ത ജില്ലകൾ എത്ര എന്നാണ് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് നമുക്ക് മാപ്പിൽ നോക്കി തന്നെ പഠിക്കാം. കടൽത്തീരമുണ്ടോ? ഇതാ നോക്കൂ, പത്തനംതിട്ടയ്ക്ക് കടൽത്തീരമുണ്ടോ? ഇല്ല, കടൽത്തീരമില്ല. ഏതൊക്കെ ജില്ലകളുമായി കടൽത്തീരം അതിർത്തി പങ്കിടുന്നു? കൊല്ലം ജില്ലയായിട്ട് പങ്കിടുന്നു, ആലപ്പുഴ ജില്ലയായിട്ട് പങ്കിടുന്നു, കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയുമായിട്ട് പങ്കിടുന്നു, തമിഴ്നാട് സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് എന്തില്ല? കടൽത്തീരമില്ല. അതിന് മേളിൽ കയറുന്നതോ ഇടുക്കിക്ക് കടൽത്തീരമില്ലാത്ത രണ്ടാമത്തെ ജില്ലയായി. ഒന്നാമത്തെ ജില്ല പത്തനംതിട്ടയായി, രണ്ടാമത്തെ ജില്ല ഇടുക്കിയായി, മൂന്നാമത്തെ ജില്ല അവിടെ കിടപ്പുണ്ട് നടുക്കായിട്ട് കോട്ടയം ജില്ല. ഓക്കെ, ഏതാണ്? കോട്ടയം ജില്ല. അപ്പോൾ മൂന്നാമത്തെ ജില്ലയായി. അടുത്ത 4ാമത്തെ ജില്ല ഏതാ? പാലക്കാട് ജില്ല. പാലക്കാടിന് കടൽത്തീരമില്ല, ഇവിടെ മറഞ്ഞു വയ്ക്കുന്നു. ഏതൊക്കെ? മലപ്പുറമായിട്ട് മറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ 4ാമത്തെ ജില്ലയായി. 5ാമത്തെ ജില്ല ഏതാ? വയനാട് ജില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ജില്ലകൾ കൃത്യമായിട്ട് മാപ്പിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ കടൽത്തീരമില്ലാത്ത ജില്ലകൾ 5 പഠിച്ചു വയ്ക്കുക. പാലക്കാടാണ്, പത്തനംതിട്ടയാണ്, കോട്ടയമാണ്, വയനാടാണ്, ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂർ കോർപ്പറേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഏത് കോർപ്പറേഷനാണ്? തൃശ്ശൂർ കോർപ്പറേഷനാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് എന്തുകൊണ്ട്? കടൽത്തീരമുണ്ട്. കോർപ്പറേഷൻ ചോദിച്ചാൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഓർത്ത് വയ്ക്കാം. കേരളത്തിലാകെ കോർപ്പറേഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 6 കോർപ്പറേഷൻ ആണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്നുകൂടി ഓർമ്മയിലിരിക്കട്ടെ. ഓക്കെ, അടുത്ത് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എന്നറിയപ്പെടുന്ന മുഴുപ്പിലങ്ങാട് ബീച്ച് എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യം കൂടാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്നറിയപ്പെടുന്ന ആലപ്പുഴയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തലയാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടതോ കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ആദ്യത്തത് ബേക്കൽ കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്ന ബേക്കൽ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് തങ്കശ്ശേരി ബീച്ച് കൊല്ലം ജില്ലയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. കൊല്ലം ജില്ല. അടുത്ത ബേപ്പൂർ, മാറാട്, കാപ്പാട് എവിടെയാണ്? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ, മാറാട്, കാപ്പാട്. കാപ്പാട് നോക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണം. എന്ത് ഓർമ്മ വരണം? വാസ്കോഡ ഗാമയെ ഓർമ്മ വരണം. വാസ്കോഡ ഗാമ യൂറോപ്യൻ ആഗമനം എന്ന് പറയുന്നത് LDCക്കും അതുപോലെ തന്നെ ASM അസിസ്റ്റന്റ് സെയിൽസ്മാനും വരുന്ന ടോപ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ എക്സാമിനും വരുന്നതാണ് യൂറോപ്യൻ ആഗമനം എന്ന് പറയുന്നത്. അപ്പോൾ കാപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. കോഴിക്കോട് ജില്ലയിലാണ്. വാസ്കോഡ ഗാമ വന്നിറങ്ങിയ സ്ഥലമാണ് കാപ്പാട് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചെറായി മുനമ്പം ബീച്ച് ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണെന്ന് ഓർത്ത് വയ്ക്കുക. എറണാകുളം ജില്ല നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിക്കാണും. എറണാകുളം ജില്ലയുമായി അതിർത്തി പങ്കിടുന്നത് തൃശ്ശൂരാണ്. ഇടുക്കി പങ്കിടുന്നുണ്ട്, കോട്ടയം പങ്കിടുന്നുണ്ട്, ആലപ്പുഴ പങ്കിടുന്നത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മൾ ചോദ്യം എന്ന് പറയുന്നത്, ഈ ചോദ്യം നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തുണ്ടാവണം? വേൾഡ് മാപ്പ് ഉണ്ടാവണം എന്ന് പറയുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വലിപ്പം എത്രാം സ്ഥാനം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്രാം സ്ഥാനമാണ്? വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ചോദ്യത്തിൽ വന്നത്.
താഴെ തന്നിരിക്കുന്നവയിൽ വലിപ്പമുള്ള രാജ്യം, ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത് എന്ന് ചോദിക്കണം. അപ്പോൾ ഇതിനു മുമ്പുള്ള 5 രാജ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള താഴത്തെ ഏത് ഓപ്ഷനിലെ ഏത് രാജ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് ഞാൻ ഉത്തരം പറയുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബ്രസീലാണ്. ഓക്കെ, അപ്പൊ ഇനി ഓപ്ഷൻ കിട്ടിയാൽ എങ്ങനെ പഠിക്കണം എന്നാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അടുത്തൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 4 ഓപ്ഷൻ. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ബ്രസീലിന്റെ തലസ്ഥാനം ബ്രസീലിയ. നാണയം ചോദിച്ചാൽ ബ്രസീലിയൻ റിയൽ. ഓക്കെ, 5ാമത്തെ വലിപ്പം കൂടിയ രാജ്യമാണ് ഏതോ ബ്രസീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 കഴിഞ്ഞ് 6ാമത്തെ രാജ്യമുണ്ട്, 6ാമത്തെ രാജ്യം കഴിഞ്ഞ് 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ അടുത്ത് ഫ്രാൻസ് ആണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുക. ഫ്രാൻസിന്റെ തലസ്ഥാനം പാരീസ്, നാണയം യൂറോ. അടുത്ത ഈജിപ്തിന്റെ തലസ്ഥാനം കെയ്റോ, ഈജിപ്തിന്റെ നാണയം ഈജിപ്ഷ്യൻ പൗണ്ട് ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇറാന്റെ തലസ്ഥാനം ടെഹ്റാൻ, ഇറാന്റെ നാണയം ഇറാനിയൻ റിയാൽ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് വലിപ്പാടിസ്ഥാനത്തിൽ 10 രാജ്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. നമുക്ക് ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വലിപ്പം കൂടിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പൊ കൃത്യമായിട്ടൊരു 10 രാജ്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഇന്ത്യയേക്കാൾ വലിപ്പം കൂടിയതും കുറഞ്ഞതും ഒക്കെ എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഇരിക്കും. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യം നമുക്കറിയാം റഷ്യ ആണെന്നറിയാം, ഓർത്തു വയ്ക്കാം. ഇതാണ് റഷ്യ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വരുന്ന റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. 2ാമത്തെ രാജ്യം ചോദിച്ചാൽ കാനഡയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, ഉത്തരങ്ങൾ പറയാൻ കഴിയും. കാനഡ വടക്കേ അമേരിക്കയിലാണോ തെക്കേ അമേരിക്കയിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ മാപ്പ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം ലൈക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു മാപ്പ് കയ്യിൽ കരുതണം. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ മാപ്പ് ഉണ്ട്, നമുക്ക് മാപ്പിൽ തന്നെ നോക്കാം. നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, കാനഡ വടക്കേ അമേരിക്കയിലാണോ തെക്കേ അമേരിക്കയിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്നായിരുന്നു ചോദ്യം. വടക്കേ അമേരിക്ക ഇത്, തെക്കേ അമേരിക്ക ഇത്. എവിടെ സ്ഥിതി ചെയ്യുന്നു? കാനഡ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടി. അമേരിക്ക വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു? അമേരിക്ക ഒരു രാജ്യമാണെന്നറിയാം, 50 സംസ്ഥാനങ്ങൾ ചേരുന്നതാണ് അമേരിക്കയാണെന്നറിയാം. അപ്പോൾ അമേരിക്ക വടക്കേ അമേരിക്കയിലാണോ തെക്കേ അമേരിക്ക? കിടക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് വടക്കേ അമേരിക്കയിലാണ്. വീണ്ടും ചോദ്യം, ബ്രസീൽ വടക്കേ അമേരിക്കയിലാണോ തെക്കേ അമേരിക്കയിലാണോ സ്ഥിതി ചെയ്യുന്നത്? തെക്കേ അമേരിക്കയിലാണ് ബ്രസീൽ സ്ഥിതി ചെയ്യുന്നത്. മാപ്പ് വെച്ച് പഠിച്ചാലുള്ള പ്രയോജനം ഇതാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മളെ വലിപ്പ അടിസ്ഥാനമാണ് പഠിച്ചു വന്നത്. റഷ്യ പഠിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ, 2ാമത്തെ രാജ്യം കാനഡ, 3ാമത്തെ രാജ്യം അമേരിക്ക, 4ാമത്തെ രാജ്യം ചൈന, 5ാമത്തെ രാജ്യം ബ്രസീൽ. ഇതായിരുന്നു നമ്മുടെ ഉത്തരം. 6ാമത്തെ രാജ്യം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എവിടെ കിടക്കുന്നു എന്നുള്ള മാപ്പിൽ നോക്കിയുള്ളൂ, എവിടെ കിടക്കുന്നു? ഓസ്ട്രേലിയ. ഓക്കെ, അടുത്തോ 7ാമത്തെ രാജ്യം നമുക്കറിയാവുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യ. അടുത്ത 8ാമത്തെ രാജ്യം ഏതാ? അർജന്റീന. 9ാമത്തെ രാജ്യം കസാഖിസ്ഥാൻ. 10ാമത്തെ രാജ്യം അൾജീരിയ. ഒന്നും കൂടെ ശ്രദ്ധിച്ചു പഠിക്കൂ. 1ാമത്തെ രാജ്യം റഷ്യ, 2ാമത്തെ രാജ്യം കാനഡ, 3ാമത്തെ രാജ്യം അമേരിക്ക, 4ാമത്തെ രാജ്യം ചൈന, 5ാമത്തെ രാജ്യം ബ്രസീൽ, 6ാമത്തെ രാജ്യം ഓസ്ട്രേലിയ, 7ാമത്തെ രാജ്യം ഇന്ത്യ, 8ാമത്തെ രാജ്യം അർജന്റീന, 9ാമത്തെ രാജ്യം കസാഖിസ്ഥാൻ, 10ാമത്തെ രാജ്യം അൾജീരിയ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് എന്ന ചോദ്യം. 29/2021 സെയിം ക്വസ്റ്റ്യൻ. വീണ്ടും ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്നു, ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. നമ്മൾ നോക്കി, കേരള ഭൂമിശാസ്ത്രം വന്നു, ലോക ഭൂമിശാസ്ത്രം വന്നു, അടുത്ത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഉത്തരത്തിലേക്ക് പോകുന്നു. 4 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ത്രികോണ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് ഉത്തരം കിട്ടും.
ശ്രദ്ധിക്കുക, ദാ ത്രികോണ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. കിട്ടിയല്ലോ, ത്രികോണാകൃതി സ്ഥിതി ചെയ്യുന്നതാണ് ഏതോ ഡെക്കാൻ പീഠഭൂമി എന്ന് ഓർത്ത് വയ്ക്കുക. ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. ധാരാളം കറുത്ത മണ്ണ് കാണപ്പെടും. കറുത്ത മണ്ണാണ് എന്ന് പ്രീവിയസ് ചോദ്യം. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്ന് ഓർത്തു വയ്ക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമിയാണ് ഏത് ഡെക്കാൻ പീഠഭൂമി എന്ന് ഓർത്തു വയ്ക്കുക. ലാവ തണുത്തുറഞ്ഞ രൂപം കൊണ്ട പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഏത് എന്ന് ചോദിച്ചാൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പോയിന്റുകളുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഈ കേരള ഭൂമിശാസ്ത്രവും ഇന്ത്യൻ ഭൂമിശാസ്ത്രവും വിശദമായി പഠിക്കുമ്പോൾ ഇതുകൂടി പഠിച്ചു പോകേണ്ടതാണ് എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് നോക്കാം. അടുത്ത പോയിന്റ്, മാൾവ പീഠഭൂമി ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശിന് ഭാഗത്താണ് ഇത് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വയ്ക്കുക. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് മാൾവ പീഠഭൂമി എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത വിന്ധ്യ പീഠഭൂമി എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നതാണ് വിന്ധ്യ നിരകൾ. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഏത് കാണുന്നത്? വിന്ധ്യ പീഠഭൂമിയെ കാണുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് എന്നാണ് ചോദ്യം. ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ്? രാജകുമാരിയാണ് ചോദിച്ചത്. ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. രാജകുമാരി ചോദിച്ചാൽ കൊടൈക്കനാൽ, ഓപ്ഷൻ ബി ആണെന്ന് ഓർത്തു വയ്ക്കുക. 2 പോയിന്റുകൾ അതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കാം. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറിയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാലാണെന്നും കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കുക, പീപ്പിൾസ് അക്കാഡമിയുടെ LP UP ഓൺലൈൻ ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. 6238853265. ഓക്കെ, ഒന്നുകൂടി മൊബൈൽ നമ്പർ ഒന്നുകൂടെ പറയുന്നു, 6238853265. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.